സ്പിരിച്വൽ അവേക്കണിങ് എന്ന വാക്ക് ഇന്ന് ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്. ഒരുപക്ഷേ 10 വർഷത്തിനപ്പുറം അങ്ങനെ ഒരു വാക്ക് സാധാരണക്കാർക്ക് പരിചിതമല്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ അവസ്ഥകൾ മാറി സ്പിരിച്വൽ അവേക്കണിങ് എന്ന അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ അത് എന്നെപ്പോലെ ഇതേ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരെ കണ്ടെത്തുവാനും അവരെ അറിയാനും വേണ്ടിയാണ് ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നിയത്. ഓരോ വ്യക്തികളുടെ അവേക്കണിങ് സ്റ്റേജും വ്യത്യസ്തമായിരിക്കും എന്ന് മാത്രമല്ല, അത് അത്രയും പെയിൻഫുൾ ആയിരിക്കും. അങ്ങനൊരു പ്രോസസ്സാണത്. അവസാനം ദൈവം മാത്രമാണ് നമുക്ക് ആശ്രയമായിട്ടുള്ളത് എന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. സ്വർണം എങ്ങനെയാണോ ഇടിച്ച് പരത്തി മനോഹരമായ ഒരു ആഭരണമാക്കി മാറ്റുന്നത്, അതേ ഒരു അവസ്ഥയാണ് ഈ ഒരു സ്റ്റേജിൽ നമുക്കും സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ ആ ഒരു അവസ്ഥയെപ്പറ്റി നമുക്ക് പറയാൻ പറ്റൂ. അതൊരു ഫീലിംഗ് ആണ്. അതിനെപ്പറ്റി മറ്റൊരാളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരവസ്ഥകളുമല്ല അത്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികളുടെയും അവസ്ഥകൾ വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണിത്. എങ്കിലും ഓരോരുത്തരുടെയും സമയം വ്യത്യസ്തമായിരിക്കും എന്ന് മാത്രം. കാരണം എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, സോൾ മെച്യൂരിറ്റി എത്തിയവരിലാണ് ഇപ്പോൾ ഈ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നത്. ആത്മാവിൽ നിന്ന് പരമാത്മാവിലേക്കുള്ള ഒരു യാത്ര എന്ന് വേണമെങ്കിൽ പറയാം. മെറ്റീരിയൽ വേൾഡിൽ നിന്നും മാറി നമ്മുടെ സോളിന് ഈ ഒരു ലോകത്ത് എന്താണോ ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ അതിന് നമ്മുടെ സോൾ പർപ്പസ് എന്ന് പറയും. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി മനസ്സും ശരീരവും ആത്മാവും തയ്യാറാക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് വേണമെങ്കിലും ഈ ഒരു യാത്രയെ പറയാം. അപ്പോൾ ഓരോരുത്തരുടെ യാത്രയും വ്യത്യസ്തമായിരിക്കും. എങ്കിലും പുതിയൊരു ലോകത്തിന് വേണ്ടി ഒന്നിച്ച് നടക്കുന്ന നമ്മൾക്കെല്ലാവർക്കും ഒന്നിച്ച് കൈകോർത്തുകൊണ്ട് തന്നെ പുതിയൊരു ലോകത്തിന് വേണ്ടി നടക്കാം. അപ്പോൾ ഈ ഒരു യാത്രയിൽ അത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊരു ഡെത്ത് ആൻഡ് റീബർത്ത് പ്രോസസ്സാണത്. ഒറ്റയ്ക്കാവുമ്പോൾ എന്താണിത് ഏതാണിത് എന്നൊന്നും മനസ്സിലാക്കാതെ നിരവധി ആൾക്കാർ ഇന്നും നമുക്ക് ചുറ്റിലുമുണ്ട്. നിരവധി വീഡിയോകളും ഒക്കെ ഈ ഒരു സ്പിരിച്വൽ അവേക്കണിങ്ങിനെ പറ്റി ഉണ്ടെങ്കിലും ഇപ്പോഴും അതിനെപ്പറ്റിയൊന്നും അറിയാതെ നടക്കുന്ന ആൾക്കാർ നിരവധിയുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, ഒറ്റയ്ക്കായി ഇത് അനുഭവിക്കുമ്പോൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാതെ വേദനിക്കുന്ന നിരവധി ആൾക്കാർ. ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്, മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരുണ്ട്, ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ. ഈ ഒരു യാത്രയുടെ ഓരോ സെക്കൻഡിലും നമുക്ക് യൂണിവേഴ്സിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. എങ്കിൽ പോലും നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള ഒരു തോന്നൽ വേണമെങ്കിൽ എല്ലാവരും കൂട്ടായിട്ടൊരു പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒറ്റപ്പെടലില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവും. അപ്പോൾ ഒറ്റപ്പെടാതിരിക്കാൻ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം. അപ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് യൂണിവേഴ്സ് ആൻഡ് താങ്ക്സ് ഓൾ ബ്യൂട്ടിഫുൾ സോൾസ്.